വീട്ടുമുറ്റത്തെ കിണറിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് വരൾച്ചയുടെ കാലത്താണ്. അതൊന്ന് വറ്റിപ്പോകുമ്പോഴാണ് ഇത്രമേൽ വിലപ്പെട്ട ഒന്നായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. സ്നേഹത്തിൻ്റെ വരൾച്ച അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ വില കൽപ്പിക്കാതെ പോയ ചില മനുഷ്യരെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ പോയ ചില മനുഷ്യരൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നമ്മൾ അപ്പോഴേ തിരിച്ചറിയൂ. താങ്ങായി നിന്നവരുടെ വില നമ്മൾ തിരിച്ചറിയുന്നത് അവർ തളർന്നു പോകുമ്പോഴോ വിട്ടുപിരിയുമ്പോഴോ മാത്രമാണ്. നമ്മുടെ കിണറ്റിലെ തെളിനീര് പോലെ എന്നും അത് അവിടെ ഉണ്ടാകുമെന്ന മൂഢമായ ഒരു ചിന്തയിൽ അതിനെ വിലവയ്ക്കാൻ നമ്മൾ മറന്നുപോകും. വരൾച്ച കടുത്തതാകുമ്പോൾ മാത്രം തണ്ണീർക്കുടങ്ങൾ നിറയ്ക്കുവാൻ കിണർ തേടിയെത്തുന്ന മനുഷ്യരെ പോലെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന നേരങ്ങളിൽ മാത്രം നമ്മൾ അവരിലേക്ക് ഓടിയെത്തും. അല്ലാത്തപ്പോഴൊക്കെ നമ്മളവരെ മറന്നുകളയും. ഇനി ഒരിക്കലും ഉറവയില്ലാത്ത വിധം വറ്റി വരളുന്ന കാലത്ത് കുറച്ച് നേരത്തെ തന്നെ അതിനെ സംരക്ഷിക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ പരിതപിക്കും. കിണറിൻ്റെ ഉറവയായാലും സ്നേഹത്തിൻ്റെ ഉറവയായാലും അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി നീട്ടിക്കിട്ടണമെങ്കിൽ വരൾച്ചയ്ക്ക് മുന്നേ തന്നെ നമ്മളതിന് പരിഗണന നൽകണം. ആ പരിഗണന നൽകാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത കാലം വരെ കാത്തിരിക്കരുത്. കിണർ പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരും. നിരന്തരം അവഗണിച്ചാൽ ആ ഉറവ വറ്റിപ്പോകും. പിന്നെ എത്ര ആഴത്തിൽ കുഴിച്ചാലും തെളിനീര് കണ്ടുകിട്ടണമെന്നില്ല. സ്നേഹം പകരുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞ് പരിഗണിക്കുക. കല്ലറയിൽ നൽകുന്ന ആദരവല്ല, കൺമുന്നിലുള്ളപ്പോഴുള്ള പരിഗണനയാണ് വേണ്ടത്. സ്നേഹത്തിൻ്റെ തെളിനീർ ചുരത്തുന്ന കിണറുകളെ സംരക്ഷിച്ചു നിർത്തുക. അവ പറ്റാതിരിക്കട്ടെ.